എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഏവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. കൂട്ടുകാരെ, ഓണാവധി സ്റ്റാർട്ട് ചെയ്തില്ലേ? ടൂറൊക്കെ പോകുന്നുണ്ടോ? എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾ ഏതെങ്കിലും പാർക്കിലൊക്കെ പോണോന്ന് ഓർത്തോണ്ടായിരിക്കുന്നത്. ഇവാനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ അമ്മ വീട്ടിലും പിന്നെ പപ്പയുടെ വീട്ടിലും പോണെന്ന് ഓർത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണോ? ഇന്ന് ഞാൻ തോബിയാസിന്റെ കഥ പറയട്ടെ. അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ജിറാഫിന്റെ പേരെന്താ? ജുവൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. താറാവിന്റെയോ? ജവാൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ. മീനിന്റെ പേരെന്താ? ജെയിൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. മയിലിന്റെ പേരെന്താ? എമിൻ റോസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പുളിങ്കര. നമുക്ക് കഥ കേട്ടാലോ? തോബിയാസ് തോബിത്തിന്റെ മകനായിരുന്നു. ഒരു ദിവസം തോബിത്ത് തോബിയാസിനെ ഒരു കാര്യം നിർവഹിക്കുന്നതിനായി പറഞ്ഞയച്ചു. കൂടെ തോബിയാസ് തന്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിയാണ് പോയിരുന്നത്. ആ സുഹൃത്തിന്റെ പേരാണ് റാഫേൽ. റാഫേൽ എന്ന് പറയുന്നത് ദൈവദൂതനായ റഫായേലായിരുന്നു. പക്ഷെ അത് തോബിത്തിനോ തോബിയാസിനോ തോബിയാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആർക്കുമോ അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ആ യാത്രാമധ്യേ അവർ വളരെയധികം ക്ഷീണിച്ചു. അപ്പോൾ അവർ ഒരു നദീതീരത്തെത്തി വിശ്രമിച്ചു. താൻ വളരെയധികം ക്ഷീണിച്ചതുകൊണ്ട് തോബിയാസ് ആ നദീതീരത്തിറങ്ങി കുളിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു മത്സ്യം തോബിയാസിനെ വിഴുങ്ങുന്നതിനായി ചാടി. ആ മത്സ്യം തോബിയാസിനെ വിഴുങ്ങിക്കളയുമോ എന്ന് തോബിയാസ് ഭയപ്പെട്ടു. പെട്ടെന്ന് റാഫേൽ നദിക്കരയിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ മത്സ്യത്തെ പിടികൂടുക. അപ്പോൾ ഉടനെ തന്നെ തോബിയാസ് ആ മത്സ്യത്തെ പിടികൂടി കരയിലേക്ക് എറിഞ്ഞു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് തോബിയാസ് കരയിൽ വന്നപ്പോൾ ഇരുവരും ആ മത്സ്യത്തെ ഭക്ഷിക്കുന്നതിനായി കരയിൽ തീ ചുള കൂട്ടി. അപ്പോൾ ദൈവദൂതൻ തോബിയാസിനോട് പറഞ്ഞു, ആ മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പും എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ തോബിയാസ് റാഫേലിനോട് ചോദിച്ചു, എന്തിനാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്? അപ്പോൾ റാഫേൽ മറുപടി പറഞ്ഞു, ഏതെങ്കിലും പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും പുരുഷനെയോ സ്ത്രീയെയോ ആക്രമിക്കുകയാണെങ്കിൽ ഈ മത്സ്യത്തിന്റെ ചങ്കും കരളും എടുത്ത് പുകച്ചാൽ മതി. ആ പുകയുടെ ഗന്ധം വന്നു കഴിയുമ്പോൾ പിശാച് അവരെ വിട്ടുപോയിക്കൊള്ളൂ. അതുപോലെ തന്നെ തിമിരം ബാധിച്ച ആളുകളുടെ കണ്ണിൽ ആ മത്സ്യത്തിന്റെ കയ്പ് പുരട്ടിയാൽ അവർക്ക് കാഴ്ചയും തിരിച്ചു കിട്ടും. അങ്ങനെ അവർ മത്സ്യത്തെയെല്ലാം ഭക്ഷിച്ചതിനു ശേഷം അവരുടെ യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവദൂതൻ തോബിയാസിനോട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്. ആ സുഹൃത്തിന്റെ വീട്ടിൽ നമുക്കിന്ന് താമസിക്കാം. കൂടാതെ ആ സുഹൃത്തിന് ഒരു സുന്ദരിയായ പെൺകുട്ടിയുമുണ്ട്. നിനക്കവളെ ഇഷ്ടമാവുകയാണെങ്കിൽ നിനക്കവളെ വിവാഹം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ തോബിയാസിന് ഒരാഗ്രഹം തോന്നി, ആ സുന്ദരിയായ പെൺകുട്ടി ആരായിരിക്കും? അപ്പോൾ ദേവദൂതൻ തോബിയാസിനോട് പറഞ്ഞു, രഘുവേലിന്റെ പുത്രിയായ സാറായാണ് ആ പെൺകുട്ടിയെന്ന്. അത് കേട്ടതും തോബിയാസിന് വളരെ പേടിയായി. എന്തുകൊണ്ടായിരിക്കും? തോബിയാസിന് ആ പെൺകുട്ടിയെ അറിയാമായിരുന്നു. ആ പെൺകുട്ടി 7 പ്രാവശ്യം വിവാഹം ചെയ്തിട്ടുണ്ട്. ആ വിവാഹരാത്രിയിൽ തന്നെ അവളുടെ 7 ഭർത്താക്കന്മാരും മരിച്ചുപോയി. അപ്പോൾ തോബിയാസ് റാഫേലിനോട് പറഞ്ഞു, എനിക്ക് ആ വിവാഹം വേണ്ട. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ഏകപുത്രനാണ്. ഞാൻ മരിച്ചുപോയാൽ അവർക്ക് ആരാണുള്ളത്? എനിക്കൊരിക്കലും ആ വിവാഹത്തിൽ സമ്മതമല്ല. അപ്പോൾ റാഫേൽ തോബിയാസിനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. അവളുടെ ഉള്ളിൽ ഒരു പിശാചുണ്ട്. ആ പിശാചാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിന്റെ കയ്യിലുള്ള മത്സ്യത്തിന്റെ ചങ്കും കരളും അവൾ നിന്റെ അരികിലേക്ക് വരുമ്പോൾ എടുത്ത് പുകച്ചാൽ മതി. ആ പുകയുടെ ഗന്ധം വരുമ്പോൾ അവളിൽ നിന്ന് ആ പിശാച് വിട്ടുപോയിക്കൊള്ളും. അതുമാത്രമല്ല, അവളിലേക്ക് ഈ പിശാചിനെ അയച്ചത് ദൈവമാണ്. നിനക്ക് എഴുതപ്പെട്ടിരിക്കുന്നവളാണ് സാറ. അതുകൊണ്ടാണ് ദൈവം അവളിലേക്ക് ഈ പിശാചിനെ അയച്ചത്. ഇതെല്ലാം കേട്ടപ്പോൾ തോബിയാസിന് ഒരാഗ്രഹം. ഓക്കെ, എങ്കിൽ ശരി, രഘുവേലിന്റെ സാറായെ ഒന്ന് കാണാം. അങ്ങനെ അവരിരുവരും അന്ന് രഘുവേലിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. രഘുവേൽ ഇരുവരെയും കൈയും നീട്ടി സ്വീകരിച്ചു. അവർ ഇരുവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇരുവരും സംസാരിച്ച കാര്യം രഘുവേലിനെ റാഫേൽ അറിയിച്ചു.
രഘുവേലിന് വളരെയധികം സന്തോഷമായി. അപ്പോൾ തന്നെ രഘുവേൽ തോബിയാസിനോട് തന്റെ മകൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ തോബിയാസ് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, എന്നിട്ടും ഞാൻ സാറായെ വിവാഹം കഴിക്കുന്നതിന് സമ്മതമാണ്. അങ്ങനെ രഘുവേൽ സാറായെ തോബിയാസിന് വിവാഹം ചെയ്തു കൊടുത്തു. അന്ന് രാത്രി സാറ തോബിയാസിന്റെ അരികിലേക്ക് വന്നപ്പോൾ തോബിയാസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മത്സ്യത്തിന്റെ ചങ്കും കരളും അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിലിട്ട് പുകച്ചു. ആ പുകയുടെ ഗന്ധം വന്നതും അവളുടെ ശരീരത്തിൽ നിന്നും ആ പിശാചുക്കൾ ഓടിപ്പോയി. ജെറുസലേം നഗരത്തിന്റെ പുറത്ത് വെച്ച് ദേവദൂതന്മാർ ആ പിശാചിനെ പിടിക്കുകയും ചെയ്തു. അങ്ങനെ പിശാച് സാറായുടെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോയപ്പോൾ അവരിരുവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. രഘുവേലും ഭാര്യയായും അന്ന് രാത്രി ഉറങ്ങിയിരുന്നില്ല. കാരണം എന്തായിരിക്കും? തോബിയാസിന് അന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി അവർക്ക് ഉറക്കം വന്നിരുന്നില്ല. അത് രാവിലെ ആയപ്പോൾ തോബിയാസും സാറായും മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ രഘുവേലിന് വളരെയധികം സന്തോഷമായി. അവൻ ഉടനെ തന്നെ 14 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷ ചടങ്ങ് അവർ ആ നഗരത്തിൽ നടത്തി. അവിടുത്തെ വിവാഹ ആഘോഷ ചടങ്ങുകൾക്കെല്ലാം ശേഷം അവർ തോബിയാസിന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ചു ചെന്നപ്പോൾ തോബിത്തിനോട് താൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തോബിയാസ് വിവരിച്ചു കൊടുത്തു. തോബിത്തിന്റെ ഭാര്യയായ അന്നയും സാറായെ ഇരു കൈയും നീട്ടി തന്റെ മരുമകളായി സ്വീകരിച്ചു. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരിക്കലും നാം ദൈവത്തെ കൈവിടരുത്. നമ്മോടുകൂടെ ദൈവം എപ്പോഴും ഉണ്ടായിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടായോ? നല്ല മെസ്സേജ് ഉള്ള കഥയല്ലേ പുള്ളിമാൻ പറഞ്ഞത്? എനിക്കൊത്തിരി ഇഷ്ടമായി പുള്ളിമാൻ പറഞ്ഞ കഥ. ദംലിക്ക് ഇഷ്ടായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിരിൽ നിൽക്കും. റോമ 8:31. കൂട്ടുകാരെ, എങ്കിൽ നിങ്ങൾ ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? ഒരായിരം ജന്മദിന ആശംസകൾ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? മലക്കേ. ഹായ് എന്നെ മോളെ. ഹായ് മലക്കേ. എന്തുണ്ട് എന്നെ മോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മലക്കേ. ആട്ടെ, ഇന്ന് എന്താ എൻ്റെ അന്നക്കുട്ടിയുടെ സംശയം? അതോ, എന്റെ കൂട്ടുകാരി ഇവാന അബാക്കസ് പഠിക്കാൻ പോകുന്നുണ്ടെന്ന്. എന്താ മലക്കേ ഈ അബാക്കസ്? അതൊരു കണക്കിലെ കളിയാ എന്നെ മോളെ. അതെന്താ കളിയാ മലക്കേ? അതൊരു പ്രത്യേകതരം കളിയാണ്. അബാക്കസ് ചെയ്യാൻ പഠിച്ചാൽ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടുന്നതിനേക്കാൾ വേഗത്തിൽ കണക്ക് കൂട്ടാൻ കഴിയും അന്നെ മോളെ. ആന്നേ. ഈ അബാക്കസ് കണ്ടുപിടിച്ചത് ആരാ മലക്കേ? പുരാണകാലത്തെ ബാബിലോണിയക്കാരാ അന്നെ മോളെ. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പാട്ടോ അത്. പുരാതന ബാബിലോണിയക്കാർ വലിയ സംഖ്യകൾ കണക്ക് കൂട്ടാൻ കുഴികളും കല്ലുകളും വെച്ചൊരു സൂത്രമാ ആദ്യം കണ്ടുപിടിച്ചത്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ എണ്ണം അറിയണമെങ്കിൽ ആദ്യം അവർ ഒരു കുഴിയിൽ കല്ലിടാൻ തുടങ്ങും. ആദ്യത്തെ കുഴിയിൽ 10 കല്ലുകളായാൽ അവ എടുത്തു മാറ്റും. എന്നിട്ടെന്താ അവർ ചെയ്യുന്നേ? പകരം രണ്ടാമത്തെ കുഴിയിൽ ഒരു കല്ലിടും. ഒന്നാമത്തെ കുഴിയിൽ 10 കല്ലുകൾ നിറയുമ്പോഴൊക്കെ രണ്ടാമത്തേതിൽ ഓരോ കല്ലുകൾ വീതം ഇടും. എന്നിട്ടോ? അങ്ങനെ രണ്ടാമത്തെ കുഴിയിലും 10 കല്ലുകൾ ആയാൽ അതെല്ലാം മാറ്റി മൂന്നാമത്തെ കുഴിയിൽ ഒരു കല്ലിടും. അതൊക്കെ കൊള്ളാമല്ലോ മലക്കേ. ഇന്നത്തെ 10ന്റെയും 100ന്റെയും ഒക്കെ സ്ഥാനങ്ങളായിരുന്നു കുഴികൾ ഓരോന്നും. കുറച്ച് കല്ലുകൾ കൊണ്ട് വലിയ സംഖ്യകൾ ആദ്യമായി കണക്കാക്കിയത് ഇങ്ങനെയാണ്. അതായിരുന്നു ആദ്യത്തെ അബാക്കസ്. പലതരത്തിലുള്ള അബാക്കസ് ഉണ്ടോ മലക്കേ? ബാബിലോണിയക്കാർ കണ്ടുപിടിച്ച അബാക്കസ്
മറ്റു രാജ്യങ്ങളിലെത്തിയപ്പോൾ അബാക്കസിന്റെ രൂപം തന്നെ മാറി. അതെങ്ങനെയാ? മരച്ചട്ടയിൽ ഉറപ്പിച്ച കമ്പിയിൽ കോർത്ത മുത്തുമണികളായാണ് പിന്നീട് അബാക്കസ് മാറിയത്. കല്ലിടുന്നതിനു പകരം മുത്തുകൾ മാറ്റിയാൽ മതി. ഈ അബാക്കസ് എന്ത് വാക്കിന്റെ അർത്ഥം എന്താ മാലാഖേ? മണലിലെ കുഴികളിൽ നിന്നല്ലേ ആദ്യത്തെ അബാക്കസ് ബാബിലോണിയക്കാർ കണ്ടുപിടിച്ചത്? അതെ മാലാഖേ. അതുകൊണ്ട് തന്നെ മണൽ, പൊടി എന്നൊക്കെയാ ഈ അബാക്കസ് എന്ന വാക്കിന്റെ അർത്ഥം. AD 190കളിൽ ചൈന ഭരിച്ചിരുന്ന ഹാൻ രാജവംശകാലത്ത് ചൈനയിൽ അബാക്കസ് ഉപയോഗിച്ചിരുന്നു അന്നമോളെ. പിന്നീട് കണക്ക് കൂട്ടാനായി നൂറ്റാണ്ടുകളോളം ലോകം ആശ്രയിച്ചിരുന്നത് ചൈനീസ് അബാക്കസുകളായിരുന്നു. അത് കൊള്ളാമല്ലോ മാലാഖേ. എങ്കിൽ എൻ്റെ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലോട്ട് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, നമ്മുടെ അന്നമോൾക്ക് എന്തോരം സംശയങ്ങളാണല്ലേ. എന്തായാലും അന്നമോളുടെ സംശയങ്ങൾ കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല, അവരുടെ അധരങ്ങൾ വൻപു പറയുന്നു. അവർ എന്നെ അനുധാവനം ചെയ്യുന്നു. ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു, എന്നെ നിലം പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. എന്നെ നിലം പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ, പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ. കർത്താവേ, എഴുന്നേറ്റ് അവരെ എതിർത്തു തോൽപ്പിക്കണമേ. അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യനിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ. അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്കു വേണ്ടി നീക്കിവെക്കട്ടെ. നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ?
നിങ്ങളെല്ലാവരും ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ പരിചയപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ? എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ഡെംലി, അതിന് ആൻസർ പറയാവോ? ഓക്കെ, പറയാലോ. ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം? എനിക്കറിയത്തില്ലല്ലോ, ഒരു ക്ലൂ തരാവോ? ഒത്തിരി സ്പോർട്സുകാരുള്ള ഒരു രാജ്യമാണ്. എന്താ എൻ്റെ ആൻസർ? എനിക്ക് ആൻസർ അറിയത്തില്ല, ആൻസർ പറയാവോ? അർജന്റീന. ഓ, അർജന്റീന ആയിരുന്നല്ലേ. അർജന്റീന. അതെ. എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. തലകുത്തി നിന്നാൽ വലുതാകുന്നതെന്ത്? മനുഷ്യനാണോ? അല്ല. മൃഗമാണോ? അല്ല. പിന്നെന്താ? എനിക്കൊരു ക്ലൂ തരാവോ? ജീവനില്ലാത്തതാണ്. എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരാവോ? ആൻസർ നമ്പർ 6 ആണ്. 6 തലകുത്തി നിന്ന നയനാവില്ലേ? ഓ, അത് ശരിയാണല്ലോ. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? കത്തെടുത്തെന്നെ താലോലിച്ചൂട്ടിയ പെറ്റമ്മയേക്കാൾ സ്നേഹം തല്ലിത്തലോടി പോറ്റി വളർത്തിയ അപ്പനേക്കാൾ എന്നോടേറെ ഇഷ്ടം. തായ് മറന്നാലും താതൻ മറന്നാലും മാറാത്ത സ്നേഹമാണെന്റെ ദൈവം. തായ് മറന്നാലും താതൻ മറന്നാലും മാറാത്ത സ്നേഹം
കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് ഈ ആഴ്ച സെലക്ട് ചെയ്തേക്കുന്നത് ആരുടെ പടമാണെന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീവ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. എങ്കിൽ അടുത്ത ആഴ്ച ഒരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ. ബൈ.